friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഒരു ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഇത് നമ്മൾ മസാല ഇതിനകത്ത് തന്നെ ഇഡ്ഡലി, ഇത് റവ ഇഡ്ഡലിയാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ മസാലയെല്ലാം ചേർത്ത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്നിയുടെ ആവശ്യം വരുന്നേ ഇല്ല. നമുക്കിത് തന്നെത്താനെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിനൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് കടുക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിവിടെ കടുക് ചേർക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഇഡ്ഡലിക്കകത്ത് ഇങ്ങനെ കടുക് എടുക്കുന്നത് കണ്ട ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കടുക് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉഴുന്ന്, അതുപോലെ ഒരു 2 നുള്ളോളം ഉള്ള ജീരകം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നമുക്ക് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു മിനിറ്റ് ഇളക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതും കൂടെ ചേർക്കാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഇതിനകത്ത് പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒരു 3 നുള്ളോളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസായിട്ടുള്ള പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു 1/2 ക്യാരറ്റ്, അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ 3 ടേബിൾ സ്പൂണോളം ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുത്തുന്ന നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും. ഇപ്പം ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്യാരറ്റോ ബീൻസോ ഒക്കെ വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തോ അരിഞ്ഞൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിനകത്ത് ചെല്ലും. വളരെ ഹെൽത്തിയാണ് താനും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല. നമുക്കിത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇച്ചിരി മഞ്ഞ കളറായിട്ട് വരും. അതിനുവേണ്ടി മാത്രം എപ്പോഴും നമ്മൾ സാധാരണ വെള്ള ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഇഡ്ഡലി ഇതിന് കുറച്ചൊക്കെ മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പോളമുള്ള തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. പക്ഷേ ഈ തേങ്ങയും കൂടെ ചെരുകി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പ്ലെയിൻ ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണിത്. അപ്പോൾ ഇതും നമ്മൾ ഒത്തിരി ഇളക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള റവ ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവ തന്നെയാണ്. പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. 1 കപ്പ് 200 ml മെഷർമെൻറ്റ് കപ്പുള്ള 2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തം 400 ml ഉള്ള മെഷർമെൻറ്റ് കപ്പിലുള്ള റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് ആണെങ്കിലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു എന്താ പറയുക, ഇതിനകത്തുള്ള സ്മെല്ലൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും നല്ലൊരു സ്മെല്ലും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ വീണ്ടും റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു റവ നമുക്ക് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്മെല്ല് വരത്തില്ലേ, ആ സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഞാൻ സമയം എടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നിറക്കെ പതുക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ റവയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചൂടാറിയിട്ടുള്ള റവയുടെ ഒരു മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള തൈരാണ് ചേർക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ റവ എടുത്തത് അതേ കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 1 കപ്പ് മുഴുവൻ ഒഴിക്കുന്നില്ല തൈര്. ഞാൻ ഒരു 1/4 ഭാഗം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഒഴിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കേണ്ട കാര്യമില്ല. ഒരു 1/4 കപ്പിന് താഴെ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്ത തൈരിന് വലിയ പുളിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ തൈരും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള ആ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുളി അങ്ങോട്ട് കറക്റ്റായി കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള തൈരും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഈ ഒരു നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല, മറന്നിട്ടല്ല, നമുക്കിത് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്തെങ്കിലും കട്ടകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് സോഫ്റ്റ് ഇതാ. അപ്പം ഞാൻ അത്യാവശ്യമൊക്കെ ഈ റവയിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിന് അങ്ങനെ കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ ഒരു നമ്മുടെ ഒരു രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കണം. കാരണം ഈ പുളിയും ഒക്കെ അത് തൈരിൻ്റെ പുളിയെല്ലാം റവയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ റവ നന്നായിട്ട് സോക്ക് ചെയ്ത് വരണം, നന്നായിട്ട് കുതിരണം. അപ്പോൾ അത് വരണ വരയ്ക്കും നമുക്കിതൊന്ന് 10 മിനിറ്റോളം ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, കണ്ടോ. ഇപ്പോൾ റവയൊക്കെ അതിലത്തെ വെള്ളവും തൈരിലത്തെ വെള്ളവും എല്ലാം ചേർന്ന് റവ കണ്ടോ കുറച്ച് അതിലത്തെ വെള്ളം എല്ലാം ഈ റവ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് വീണ്ടും ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. ഇതാ അപ്പം ഞാൻ ആ ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി വെള്ളം പോലെ എടുക്കേണ്ട കാര്യമില്ല, എന്നാൽ ഒത്തിരി ടൈറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കണ്ടോ, നമ്മളൊരു സ്പൂൺ എടുത്ത് നമ്മൾ താഴോട്ട് ഒന്ന് ചെരിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഊർന്ന് പോകണം, ആ ഒരു പരുവം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും, മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇനോ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അതൊക്കെ അല്പം ചേർത്താലും മതി. ഏതാണോ എടുക്കുന്നത് അത് നിങ്ങളൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. അത് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അത് ചേർത്തില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഇഡ്ഡലിക്ക് സോഫ്റ്റ്നെസ്സിന് ഇച്ചിരി ഹാർഡായിട്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റിന് യാതൊരു വ്യത്യാസമില്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈനോ സോൾട്ടൊന്നും ചേർക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അതാ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട നല്ല ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ മാവ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിനകത്ത് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് ഇഡ്ഡലി ആയി കഴിയുമ്പം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമുക്കിതിനകത്ത് ആ മാവ് ഒന്ന് കോരി ഒഴിക്കാം. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ നമ്മുടെ മാവൊക്കെ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തിനാണ് ഞാനിത് ആവി കയറ്റാൻ വെക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ആവി കയറുന്ന നേരം കൊണ്ട് നമുക്ക് നല്ലൊരു തേങ്ങ ചട്നി ഉണ്ടാക്കണം. ഞാനിപ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലാണ് തേങ്ങ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ചട്നി കാണിക്കാം. ഞാനിപ്പോൾ എന്നതാ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതൊരു തട്ടിക്കൂട്ടി ചട്നി എന്ന് വേണമെങ്കിൽ പറയാട്ടോ, പക്ഷേ സ്വാദ് സൂപ്പറാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 കപ്പോളം ഉള്ള തേങ്ങ ചെരുകിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇപ്പോൾ എനിക്ക് കുറച്ചധികം നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. സാധാരണ കറിവേപ്പിലൊക്കെ ഇവിടെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ അബുദാബിയിൽ എൻ്റെ അനീത്തിയുടെ അടുത്ത് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു 4 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ശരിക്കും ആവശ്യമാട്ടോ, വളരെ കുറച്ച് മതിയാവും. കൂടുതലായി കഴിഞ്ഞാൽ കൊള്ളത്തില്ല, വളരെ കുറച്ച് മതി. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിവിടെ പുളിക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നമുക്ക് ആ ചട്നിയുടെ കളറിന് ഒരു മാറ്റം വരില്ല, നല്ല വെള്ള ചട്നി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഈ പുറമേയൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം ചട്നിക്ക് എപ്പോഴും നല്ല വൈറ്റ് കളറല്ലേ, നമ്മൾ അതേസമയം പുളിയൊക്കെ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു കറുപ്പ് രാശിയൊക്കെ അവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് തൈര് ചേർക്കുക. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈരൊക്കെ ചേർത്ത് ഞാനൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ തൈരൊക്കെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവുക. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ തേങ്ങ ചട്നി ഇവിടെ റെഡിയാണ്. നല്ല സ്വാദുള്ള ചട്നിയാണ്, നല്ല മണമാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് തൈര് ചേർത്തത് കൊണ്ടാണത്. ഇനി നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് താളിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞാനിന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വളരെ പ്ലെയിൻ ആയിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇവർക്ക് കടുക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ 8 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഇഡ്ഡലി റെഡിയാണ്. അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് തട്ടിന്നൊന്ന് എടുത്ത് കാണിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമുക്കിത് ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ നമ്മൾ അരി
ഉഴുന്നൊക്കെ കുതിർത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം നമുക്ക് അത് സമയം ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തൊക്കെ വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ അല്ലേ നമുക്ക് എല്ലാം പെട്ടെന്ന് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിയുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന അമ്മമാർക്ക് ഇച്ചിരി മടിയുള്ള ദിവസമൊക്കെ നമുക്ക് ഇതുപോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. പിന്നെ റവയാണ്, കുഞ്ഞുങ്ങൾ നല്ല സ്വാദോടുകൂടെ കഴിക്കും. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതും കുഞ്ഞുങ്ങളുടെ വയറ്റിലൊക്കെ എത്തും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ഇതൊന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തട്ടിൽ നിന്ന് മാറ്റി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്നിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി ചട്നിക്ക് നിങ്ങൾക്ക് ഇനി താളിക്കണം എന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇടാം. അത് കഴിഞ്ഞ് ഉണക്കമുളകും കൂടെ ചേർത്ത് ആ താളിപ്പ് ഒന്ന് നമ്മുടെ ഈ ചട്നിയുടെ മേലെ ഒഴിച്ചെന്ന നല്ല സൂപ്പർ തേങ്ങ ചട്നിയാവും. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു കറിവേപ്പില മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കാണിക്കാം ഈ ഇഡ്ഡലി എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നോക്കിക്കുക, നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ചേച്ചി റവേറെ ആളാണല്ലേ, റവയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ എന്നൊക്കെ. റവ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.